നമസ്കാരം. ഇന്ന് ഉറക്കെഴുന്നേറ്റോട് കേട്ടത് ഒരു ആത്മഹത്യാ ന്യൂസാണ്. ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെ വീണ്ടും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല ക്ലാസ്സുകളുണ്ട്, മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, പെൺകുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, ചിന്തിക്കാനും വായിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നല്ല ജീവിത നിലവാരമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും ഒരു ചെറിയ പ്രതിസന്ധി സമയത്ത് ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കാനോ അല്ലെ ജീവിതം മുന്നിൽ സ്റ്റക്കാകുന്ന സമയത്ത് ഒന്ന് സംസാരിക്കാനൊരു സുഹൃത്തോ അല്ല ഇനി നമ്മുടെ രക്ഷിതാക്കളുടെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സംഭവം പെൺകുട്ടികൾ കാണിക്കുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ വിഷമമുണ്ട്. അവരൊരു സുഹൃത്തിനോട് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരോടെങ്കിലും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജീവൻ നഷ്ടമാകുന്നത് ഇല്ലാതാക്കാമായിരുന്നു. ആ പാരൻസിനൊക്കെ എത്ര വിഷമം ഉണ്ടാവും. വളർത്തി വൃത്തിയാക്കിയ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടാവും. കാലങ്ങളോളം അതിൻ്റെ സങ്കടം അവർ വിട്ടുപോകില്ല. പറഞ്ഞു വരുന്നത്, എന്താണ് സംഭവിക്കുന്നത്? യുവതലമുറക്ക് അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് ആ പ്രതിരോധം തീർക്കാനുള്ള ഒരു മാനസിക ശക്തി, ഇതിനൊക്കെ ഞാൻ അതിജീവിക്കും എന്നുള്ള ഞാൻ കരകയറി മുന്നോട്ട് വരും, ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് കരുതി മുന്നോട്ട് വരാനുള്ള ഒരു മാനസിക ഇച്ഛാശക്തി ഇന്നിൻ്റെ കുട്ടികൾക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് അവർ ഇമോഷണലാകുകയും പെട്ടെന്ന് കടുംകൈകൾ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൂടാതെ ഈ മയക്കുമരുന്നിൻ്റെയും മറ്റ് ഉപയോഗങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അടുത്ത് നിന്നുണ്ടാകുമ്പോൾ അവരതിനെ അതിജീവിക്കാൻ അവർക്ക് നമ്മുടെ ഫോഴ്സിനോട് പറയാം, അല്ലെങ്കിൽ വീട്ടിലെ ഉപ്പാനോടും ഉമ്മാനോടും പറയാം, അല്ലെങ്കിൽ ആങ്ങളാരോട് പറയാം. എല്ലാം ഉള്ളിലൊതുക്കിയിട്ട് അവർ പെട്ടെന്ന് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ ഒരു സങ്കടമായി. അപ്പോൾ അത് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ ഇവിടെ വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് കുട്ടികൾ, അവർക്കൊരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികളെന്നല്ല, എല്ലാവരും ഒരു നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. ആ കാര്യങ്ങൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഫ്രണ്ട്സുകളുമായിട്ടോ എല്ലാവരോടും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുക. ഞാൻ മുന്നോട്ട്